ETV ഭാരത് ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പിടിച്ചുവച്ച 5 ബില്ലുകളിൽ ഒപ്പിട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. നടപടി തെരഞ്ഞെടുപ്പിന്റെ പിറ്റേന്നാൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് EVM-ൽ പോൾ ചെയ്യപ്പെട്ടത് 71.16% വോട്ടുകൾ. വീട്ടുവോട്ടും തപാൽ വോട്ടും ചേരുന്നതോടെ കണക്ക് മാറുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. CPM-ന് തലവേദനയായി EP ജയരാജൻ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച. വിഷയം തിങ്കളാഴ്ചത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകും. തൃശൂരിൽ വിജയമുറപ്പെന്ന UDF സ്ഥാനാർത്ഥി K മുരളീധരൻ. സിനിമാ നടനായ സുരേഷ് ഗോപിയെ അടുത്തു കാണാൻ ആളുകൾക്ക് കൗതുകമുണ്ടാകുമെന്നും അതൊന്നും വോട്ടാകില്ലെന്നും പ്രതികരണം. എത്ര കള്ളവോട്ട് നടന്നാലും 1 ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. 70,000-ൽ കുറയാത്ത ഭൂരിപക്ഷത്തിൽ കാസർഗോഡ് തിരിച്ചു പിടിക്കുമെന്ന് ഇടതു സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ. കേരളത്തിൽ നടന്നത് വോട്ടർമാരെ പീഡിപ്പിച്ച തിരഞ്ഞെടുപ്പെന്ന് ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥി KC വേണുഗോപാൽ. ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത വിധം അലങ്കോലമാക്കിയെന്നും വിമർശനം. വിജയമുറപ്പെന്ന് തൃശൂരിലെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. ശവക്കല്ലറയിൽ നിന്ന് വന്ന് ആരും വോട്ട് ചെയ്തിട്ടില്ലെന്നും പരിഹാസം. മതത്തിന്റെ പേരിൽ വോട്ട് ചോദിച്ചിട്ടില്ലെന്ന വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ. കാഫറിയായ സ്ത്രീക്ക് വോട്ട് ചെയ്യരുത് എന്ന തരത്തിലിറങ്ങിയ പോസ്റ്റ് വ്യാജമാണെന്നറിഞ്ഞിട്ടും KK ശൈലജ തള്ളിപ്പറഞ്ഞില്ലെന്നും വിമർശനം. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് സങ്കട ഹർജി നൽകി മെഡിക്കൽ കോളേജ് ICU-വിൽ പീഡനത്തിനിരയായ അതിജീവത. അധികൃതരുടെയും പോലീസിന്റെയും നിഷേധാത്മക സമീപനം അവസാനിപ്പിക്കണമെന്ന് ആവശ്യം. ഹാർദിക് പാണ്ഡ്യയ്ക്ക് സൂപ്പർ സ്റ്റാർ ട്രീറ്റ്മെന്റ് നൽകുന്നത് BCCI അവസാനിപ്പിക്കണമെന്ന് മുൻ താരം ഇർഫാൻ പഠാൻ. ഹാർദിക്കിനെ മറ്റ് താരങ്ങളെ പോലെ തന്നെ പരിഗണിക്കണമെന്നും ഇർഫാൻ പഠാൻ. കൂടുതൽ വാർത്തകൾക്കായി ETVbharat.com സന്ദർശിക്കുക.